ഫ്രണ്ട്സ്, ഞാൻ അബി. ഇന്ന് ഞാൻ ചെയ്യുന്നത് ഒരു ഈസി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ആണ്. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിനെന്തെല്ലാം ആവശ്യമാണെന്ന് നമുക്ക് നോക്കാം. 1/2 കിലോ ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. എരിവ് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഇപ്പോൾ അത് ചേർത്ത് കൊടുക്കുന്നില്ല. അടുത്തതായി 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടീസ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. പിന്നെ ചേർക്കേണ്ടത് ആവശ്യത്തിന് ഉപ്പാണ്. അടുത്തതായി 1.5 ടേബിൾ സ്പൂൺ നാരങ്ങാനീര് ചേർത്ത് കൊടുക്കാം. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണ്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ആവശ്യമെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ചിക്കനിലേക്ക് പെട്ടെന്ന് മസാല പിടിക്കാൻ വേണ്ടി ഞാൻ ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. മസാലയൊക്കെ നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. ഇപ്പോൾ നല്ലതുപോലെ ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും മാരിനേഷന് വേണ്ടി വെക്കാം. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ചിക്കനെ നല്ല ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഞാനൊരു ചീനച്ചട്ടി എടുത്തിട്ടുണ്ട്. ഇനി ഈ ചട്ടി നല്ലതുപോലെ ചൂടായി വരട്ടെ. ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ചിക്കൻ നല്ല മുങ്ങിക്കിടക്കണം. അതിനാവശ്യമായിട്ടുള്ള എണ്ണയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. നമുക്ക് ആദ്യത്തെ ബാച്ച് ചിക്കൻ ഫ്രൈ ചെയ്യാനിടാം. എണ്ണ നല്ല ചൂടായി വന്നിട്ടുണ്ട്. ചിക്കൻ ഞാൻ ഇട്ടിട്ടുണ്ട്. നല്ലതുപോലെ ഈ ചിക്കൻ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് വീഡിയോ എൻ്റെ നിന്ന് റെക്കോർഡായിട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് ചിക്കൻ ഇടുന്ന വീഡിയോ കാണിക്കാഞ്ഞത്. നല്ലതുപോലെ ഒരു സൈഡ് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു സൈഡായിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഓരോ ചിക്കനും അതിൻ്റേതായിട്ടുള്ള വേവാനുള്ള സമയമെടുക്കും. അതുകൊണ്ടാണ് എന്നിവിടെ ടൈം പറയാഞ്ഞത്. അപ്പോൾ നാടൻ കോഴിയൊക്കെ ആണെങ്കിൽ അതിന് നല്ല ടൈം എടുക്കും ഫ്രൈ ആയി വരാൻ, വെന്ത് വരാൻ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ ആണിത്. ഇപ്പോൾ ഞാനിവിടെ ചെയ്തിട്ടുള്ളത് കുറച്ച് എരിവ് കുറച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ കുറച്ചുകൂടി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിത് കുട്ടികൾക്ക് വേണ്ടിയാണ് ചെയ്ത് കൊടുക്കുന്നത്. ആദ്യത്തെ ബാച്ചായിട്ടുണ്ട്. ഇനി അടുത്ത ബാച്ച് ചിക്കനും അതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ചിക്കൻ്റെ ഒരു സൈഡ് ആയിട്ടുണ്ട്. നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ഈസി ആയിട്ടുള്ള ക്രിസ്പി ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല മറ്റൊരു വീഡിയോയുമായി കാണാം. ബൈ.